Good morning, dears. Today we are going to learn a new topic: constitutional values in educational aims, freedom, equality, justice, and fraternity. So, constitution എന്ന് പറയുമ്പോൾ അതിൽ എഡ്യൂക്കേഷണൽ എയിംസ് ഉണ്ട്. അതാണ് ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി. വേറെ ഉണ്ട്. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഈ 4 സോ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ അത് കുറേ മേഖലകളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് പറയണത്, എഡ്യൂക്കേഷൻ സെർവ്സ് ആസ് എ cornerstone of society, shaping individuals and influencing the collective future of communities and nations. Education is not just a way of obtaining knowledge or vocational skills. Instead, it's a process of transformation that transmits values, develops critical thinking, and matures good citizenship. So, education എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയണ മാതിരി തന്നെ സൊസൈറ്റിയുടെ ഒരു കോർണർ സ്റ്റോണാണ്. പിന്നെ അതേമാതിരി ഫ്യൂച്ചർ കമ്മ്യൂണിറ്റീസ്, നേഷൻസ് അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പിന്നെ ഇൻഡിവിജ്വൽസിനെ മോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒബ്റ്റെയിനിങ് നോളജ് ആൻഡ് വൊക്കേഷണൽ സ്കിൽസിന് മാത്രമല്ല യൂസ് ചെയ്യണത്, പക്ഷേ എന്താണ് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് വാല്യൂസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേമാതിരി നല്ലൊരു സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ മോൾഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്, ലൈക്ക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലൈക്ക് ഫ്രീഡം, ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അത് എന്താണ്, നോട്ട് മിയർ അബ്സ്ട്രാക്ട് നോഷൻസ്, ബട്ട് it is a essential components that can significantly enhance the aims and objectives of educational systems. So ജസ്റ്റ് ഒന്നുമില്ല, അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അത് പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ്. അതേമാതിരി നേരത്തെ പറയണത് the most outstanding achievement of this research in Indian nation is our constitution, which is also നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യയാണ്. സോ അതിൻ്റെ ഐഡിയൽസ് എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യലിസമാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോ സെക്യുലറിസ്റ്റാണ്. പിന്നെ അതേമാതിരി അപ്പോൾ അത് സോഷ്യലിസം എന്നുള്ളതിനായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയണത്. പിന്നെ അതേമാതിരി നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസും എന്താണ്, ഒരു എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് ഒരു ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതും ഒരു ഇൻഡിവിജ്വലിനെ ഷെയ്പ്പ് ചെയ്യണ ആളുടെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ, ഇൻഡിവിജ്വലിനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് അത് കണക്കാക്കുന്നു. അതേമാതിരി ഇവിടെ അടിയിലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അവരുടെ ഒരു അസേഷനാണ്. എന്താണ്, ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയാണ്. അതേമാതിരി ഇറ്റ് strengthening of respect for human rights and fundamental freedoms. സോ എഡ്യൂക്കേഷൻ്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ വളരെ രീതിയിൽ പുരോഗമിക്കാനും അതിൻ്റെ പുരോഗതിക്കും, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളും അടിസ്ഥാന റൈറ്റും ഫ്രീഡം അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തി കൂട്ടുക എന്നുള്ള ആ ഒരു എയിമൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊടുക്കേണ്ടത് എന്നാണ് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അസേർട്ട് ചെയ്യണം, അവർ ആർഗ്യുമെൻ്റ് ചെയ്യണത്. ലിബർട്ടി, നമ്മളുടെ ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താ, പാരൻസിന് അവരുടെ കുട്ടികൾക്ക് പബ്ലിക് സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അതർ ദാൻ പബ്ലിക് സ്കൂളല്ലാണ്ട് ഈ പ്രൈവറ്റ് സ്കൂളും കാര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി എഡ്യൂക്കേഷണൽ ഫ്രീഡം
എന്ന് പറയുമ്പോൾ ഇസ് എ ലിബർട്ടി ഓഫ് ഫ്രീഡം. എന്താ, റിലീജിയസ് ആയിട്ടും മോറൽ എഡ്യൂക്കേഷനും കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിൻ്റെ ആ ഒരു ഫ്രീഡം, കുട്ടിക്ക് മോറൽ വേണോ മോറൽ കൊടുക്കാം, അതല്ല എന്താ റിലീജിയസ് വേണോ അതും കൊടുക്കാം, അതിനൊന്നും ആരും തടസ്സം നിൽക്കരുത്. പിന്നെന്താ, ഫ്രീഡം ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റാണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. പിന്നെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എവറി ചൈൽഡ് ഹാസ് എ ഫ്രീഡം ഫ്രം ലാക്ക് ഓഫ് ആക്സസ് ടു ബേസിക് സ്കൂളിംഗ്. ബേസിക് ആയിട്ടുള്ള സ്കൂളിലേക്ക് പോകാൻ പറ്റാതിരിക്കുക എന്നുള്ളത്, ആ ഒരു പ്രോസസ്സിനെ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ എല്ലാ കുട്ടികൾക്കും പോകാൻ പറ്റണം. പിന്നെ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, നേരത്തെ പറഞ്ഞ മാതിരി ആർട്ടിക്കിൾ 21 അതെന്താ, ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഓഫ് 6 and 14, 6 മുതൽ 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു ഫ്രീഡത്തിൽ പറയണത്. ദെൻ നെക്സ്റ്റ് അവർ കോമ്പണൻ്റ് ആണ് ഇക്വാലിറ്റി എന്നുള്ളത്. എയിം എഡ്യൂക്കേഷൻ്റെ എയിമാണ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും ലോൻ്റെ മുന്നിൽ ഈക്വലാണ്, വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് പൊസിഷൻ, റേസ്, കളർ, റിലീജിയൻ, ലാംഗ്വേജ് ഓർ സെക്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇതിനൊക്കെ പുറമെ എന്താ ഈക്വലാണ് എല്ലാവരും, അതിനൊന്നും ഒരു പ്രസക്തിയില്ല, എല്ലാവരും ഒരേ പോന്തിരിയാണ്. അതേമാതിരി എഡ്യൂക്കേഷൻ സിസ്റ്റം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ എ മാനർ ദാറ്റ് വിൽ ഹെൽപ്പ് ടു അവേക്കൻ ദ ഫീലിംഗ് ഓഫ് ഇക്വാലിറ്റി among citizens. Only then can our society ensure the constitutional provisions of social justice. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ എന്ത് വരുത്തണം, ആ ഒരു ഇക്വാലിറ്റി അമംഗ് സിറ്റിസൻസ്, ഈ ഒരു മൂല്യം എന്ത് ചെയ്യണം, വരുത്തണം. അപ്പോൾ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും ഒരേമാതിരിയാണ്, എല്ലാവർക്കും ഈക്വലാണ് എന്നുള്ളത് അറിയണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. Then the equality principle is very much essential in the education scenario. It can be achieved through only proper education. അതാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇക്വാലിറ്റി എന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, ഇക്വാലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഈ വാല്യൂ കിട്ടുള്ളൂ. ദെൻ പിന്നെ പറയണത് ഇക്വാലിറ്റിയുടെ കുറച്ച് ആക്റ്റുകളാണ്. അത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക. ആർട്ടിക്കിൾ 15 അത് പറയണത് എന്താ, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിൻ്റെ എല്ലാത്തിനും ഉപരി അതിനൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവരും എന്താ അത് വെച്ചിട്ടൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഒഴിവാക്കുക. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് പറയണത്. എൻഷുർ ചെയ്യുക, ഇക്വാലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17. This provision aims to eliminate the most severe form of social injustice and ensure that historically marginalized communities can participate fully in the education system without segregation or stigma. So, നമ്മളുടെ സൊസൈറ്റിയിലുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ അവർ എന്തോ ഒരു മലയാളത്തിൽ പറയുമല്ലോ, തൊട്ടുകൂടായ്മയോ എന്നുവെച്ചാൽ അൺടച്ചബിലിറ്റി ഒഴിവാക്കുക, അശുദ്ധിയാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ ഒഴിവാക്കുക. പിന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ താഴ്ന്ന ആൾക്കാരിനൊക്കെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊമോഷൻ ഓഫ് വീക്കറായിട്ടുള്ള സെക്ഷൻസ് ലൈക്ക് SC ST, പിന്നെ അങ്ങനെ സമൂഹത്തിൻ്റെ എന്താ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസിനൊക്കെ കുറേ പ്രൊമോഷൻസ് കൊടുക്കുക, അവർക്കായിട്ടുള്ള കുറേ സ്കീംസും കാര്യങ്ങളും എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. അതേമാതിരി അഫിമേറ്റീവ് ആക്ഷൻ ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 15(4) ക്ലോസിലും ഉണ്ട്, ആർട്ടിക്കിൾ 15(5)ലും ഉണ്ട്. ക്ലോസ് അലോ ടു സ്പെഷ്യൽ പ്രൊവിഷൻസ്, റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ബാക്ക്വേർഡ് ക്ലാസ്, SC ST അവർക്കൊക്കെ എന്തുണ്ടാവും, കുറേ റിസർവേഷൻസ് ഉണ്ടാവും. അതൊക്കെ അവരുടെ സമൂഹത്തിൻ്റെ മുൻതട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു എയിമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാ കാര്യങ്ങളിലും എയിമിങ് ടു ലെവൽ ദ പ്ലേയിങ് ഫീൽഡ്. അപ്പോൾ അവർക്ക് എല്ലാത്തിലും ഒരു ഈക്വലൈസേഷൻ അത് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതാണ് ഇക്വാലിറ്റി. Then our next aim is justice. Justice is the primary aim is to ensure that every individual has an equal and non-discriminatory opportunity to receive education, thereby uplifting the socially disadvantaged.
ഇതിലൂടെ പറയണത് എല്ലാ ഇൻഡിവിജ്വലിനും എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് പറയണത്. അതിലൂടെ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള എല്ലാ പീപ്പിൾസിനെയും അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ് ഇറ്റ് പ്രൊമോട്ട്സ് എ പോസിറ്റീവ് സ്കൂൾ ക്ലൈമറ്റ് ആൻഡ് റെഡ്യൂസസ് disparities in disciplinary actions often seen in marginalized student populations. So marginalized societies, marginalized സ്റ്റുഡൻസിന് ഇടയിലും അല്ലാത്തവർക്ക് ഇടയിൽ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാവാൻ പാടില്ല. പോസിറ്റീവ് ക്ലൈമറ്റ് ഒരുക്കണം. ഒരു തരത്തിലുള്ള ഡിഫറൻസസും അവർക്കിടയിൽ കാണിക്കരുത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിസി ഓഫ് അഫർമേറ്റീവ് ആക്ഷനിൽ അതിലെന്താ അവർക്ക് കുറേ റിസർവേഷൻസ് കൊടുത്തിട്ടുണ്ട് ടു കറക്റ്റ് ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയണത്. ദെൻ യൂണിവേഴ്സൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ട്. മേക്കിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 by removing financial barriers and making non-intimate for every children regardless of their background. സോ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ അവർക്ക് എന്ത് ചെയ്യുക, കമ്പൾസറി എഡ്യൂക്കേഷൻ 6 to 14 അത് എല്ലാ സെക്ഷൻസിനും ഒരേമാതിരി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഇതും ഇതിൽ ഈ ഒരു നമ്മളുടെ ജസ്റ്റിസ് എന്നുള്ള കോമ്പണൻറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും എഴുതിയിട്ടുള്ളത്. പ്രൊമോഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ലൈക്ക് സോഷ്യൽ ജസ്റ്റിസ് വേണം. മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനൊന്നും വേർതിരുത്തരുത്. അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്രട്ടേണിറ്റി ഉണ്ട്. ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ ഫ്രട്ടേണിറ്റി ടു സെൻസ് ഓഫ് കോമൺ ബ്രദർഹുഡ്, സോളിഡാരിറ്റി അമംഗ്സ് ഓൾ സിറ്റിസൺസ്. ഇതാണ് മെയിനായിട്ടും എഡ്യൂക്കേഷൻ ലെവലിൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്, സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. റിലീജിയസ് ആയാലും ലിംഗ്വിസ്റ്റിക് ആയാലും റീജിയനും കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻസ് അതിനൊക്കെ മറികടന്നിട്ട് ഈ ഒരു ബ്രദർഹുഡ് എന്നുള്ളത് വേണമെന്നുള്ളതാണ് പറയണത്. പിന്നെ ഇതെന്താ നമ്മുടെ പ്രിയാമ്പലിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രട്ടേണിറ്റി, അതിന് 2 പേർപ്പസൊക്കെ ഉണ്ട്. അത് 2 തരത്തിൽ പറയുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വലും പറയുന്നുണ്ട്, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷനും പറയുന്നുണ്ട്. അപ്പോൾ 2 പേർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലും ഉണ്ട്, ദെൻ ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ ലെവലിലും ഉണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഈസ് എ പ്രൈമറി മെക്കാനിസം ഫോർ കൾട്ടിവേറ്റിംഗ് ദിസ് വാല്യൂ എൻഷുറിങ് ദാറ്റ് സോ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടൂള്. ഈ ഒരു എക്സിസ്റ്റ് വിത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആ ഒരു രീതി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ എന്ത് വേണം, ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ടുവരണം. ഫ്രട്ടേണിറ്റി എന്നുള്ളതും കൊണ്ടുവരണം. ജസ്റ്റിസ് പിന്നെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അതെല്ലാതും ഒരേമാതിരി വേണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയണുള്ളൂ. ദെൻ MCQs ആണ്. ആൻസേഴ്സ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Which of the following is not explicitly listed as a core principle entrenched in Constitution that informs education? എഡ്യൂക്കേഷൻ്റെ ഇതിൽ കറക്റ്റായിട്ട് പറയാത്ത, കോൺസ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റ് ഒരു എയിമായിട്ട് പറയാത്തത് ഡെമോക്രസിയാണ് എഡ്യൂക്കേഷൻ്റെ ഇതിൽ കേട്ടോ. ദെൻ ആർട്ടിക്കിൾ 21A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾസ് ദ റൈറ്റ് ടു ബി ആണ്, എഡ്യൂക്കേഷനാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പിന്നെ 3rd ആണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂ ഓഫ് ഫ്രട്ടേണിറ്റി ടു ഫോസ്റ്റർ സെൻസ് ഓഫ് എന്തായിരുന്നു, കോമൺ ബ്രദർഹുഡ് ആൻഡ് സോളിഡാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രട്ടേണിറ്റി ഉള്ളത്. ദെൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് മേക്സ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 ഇയേഴ്സ് വരുമ്പോൾ ആർട്ടിക്കിൾ 21A ആണ്, ഓപ്ഷൻ ഡി. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി. നമ്മൾ ഫസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്വാലിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഷ്യലിസ്റ്റ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമെന്ന്. പിന്നെ ഇൻ എൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ് ദ വാല്യൂ ഓഫ് ജസ്റ്റിസ് പ്രൊമോട്ട്സ് എ പോസിറ്റീവ് സ്കൂൾ ക്ലൈമാറ്റ് ആൻഡ് റെഡ്യൂസസ് ഡിസ്പാരിറ്റീസ് ഇൻ ഡിസിപ്ലിനറി ആക്ഷൻസ്. സോ അതിലുള്ള ഒരു ഡിസ്പാരിറ്റീസൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് എന്നുള്ള വാല്യൂവിലൂടെ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ദെൻ
The dual purpose of fraternity as enshrined in the preamble is assuring the dignity of individual പറഞ്ഞു and the unity and the integrity of the nation പറഞ്ഞു. ഇൻഡിവിജ്വൽ ലെവലിലും പറഞ്ഞു, നേഷൻ ലെവലിലും പറഞ്ഞു. 8th question, which two constitutional provisions directly aim to enforce social justice by eliminating caste-based issues. അത് D ആണ്. Prohibition of discrimination Article 15 ആണ്, and the abolition of untouchability Article 17. The next question, assertion, associative type ആണ്. assertion എന്താണ്? The core aim of educational freedom is to ensure that every child has a freedom from lack of access to basic schooling. അപ്പോൾ അതിൻ്റെ റീസൺ പറയണത് Article 21A of the Constitution makes education a fundamental right for all children between the ages of 6 and 14 years. അപ്പോൾ അതിൽ പറയണത് സ്കൂളിൽ പോവാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു ഫ്രീഡമും ആദ്യത്തിൽ, പിന്നെ 6 to 14 ഉള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ. അതെന്താ? എയും ആറും കറക്റ്റാണ്. ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ next, the policy of affirmative action and reservation is designed to correct historical injustice and provide opportunities for historically marginalized groups. And the reason പറയുന്നത് the Constitution explicitly prohibits discrimination in educational institutions maintained by the state on ground of religion, race, caste, sex or place of birth. അതിൽ both A and R are true and R is the correct explanation of A. അതിൽ പറഞ്ഞല്ലോ ഹിസ്റ്റോറിക്കൽ മാർജിനലൈസേഷൻ കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോളിസി ഓഫ് അഫർമേറ്റീവ് ആക്ഷൻ എന്നുള്ളത് യൂസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ സോ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.